1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവ്, 2 കഠിന തടവ്, അതായത് 120ബിക്കും 376ഡിക്കും 366ന് 10 വർഷം കഠിന തടവും കൂടാതെ ഫൈനുമുണ്ട്. മറ്റ് വകുപ്പുകൾ അനുസരിച്ചും ശിക്ഷിച്ചിട്ടുണ്ട്. 376ഡിയെ സംബന്ധിച്ചിടത്തോളം ഇത് പാർലമെന്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെന്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത്. ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്തെ തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇനി ഈ ശിക്ഷാവിധിക്ക് കുറഞ്ഞുപോയതിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ നൽകുവാനായിട്ട് സർക്കാരിന് ശുപാർശ ചെയ്യും. ഒരു തിരിച്ചടിയില്ല. ശിക്ഷ വിധിക്കേണ്ടത് പ്രോസിക്യൂഷൻ അല്ലല്ലോ. പ്രോസിക്യൂഷന് ഒരു തിരിച്ചടിയില്ല. ശിക്ഷ വിധിക്കേണ്ടത് തെളിവുകൾ ഉള്ളതുകൊണ്ടാണല്ലോ അവരെ ശിക്ഷിച്ചത്. തെളിവുകൾ ഏതാണ് സ്വീകരിക്കാതെ പോയതെന്ന് ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ എനിക്ക് കഴിയില്ല. ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം അതിനകത്ത് മതിയായ നടപടികൾ സ്വീകരിച്ചിരിക്കും. ഈ 8ാം പ്രതിയെ വിട്ടുപോകാനുള്ള കാരണം ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു അഭിഭാഷകനാണ്. ശിക്ഷയിൽ നിരാശകനാണ്. കാരണം മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു. കാരണം മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന വെച്ച് ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്, നീതിപീഠത്തിന് നൽകുന്നത്. അത് വേറെ കാര്യം. ശിക്ഷ കണ്ടുപോയാൽ അതിന്റെ അകത്ത് പ്രൊപ്പോർഷണലേറ്റായിട്ട് ശിക്ഷ വിധിക്കേണ്ടതാണ്. 20 വർഷം മിനിമം എന്ന് പറഞ്ഞാൽ 20 വർഷം വരെക്ക് മുകളിൽ എത്ര വർഷം വേണമെങ്കിലും കോടതിക്ക് ശിക്ഷിക്കാം. അത് 20 വർഷം പാർലമെന്റ് നിശ്ചയിച്ച മിനിമം കൺവിക്ഷനാണ്. അത് ഒരു കോടതിയുടെ ഔദാര്യമല്ല, അത് പ്രോസിക്യൂഷന്റെ അവകാശമാണ്. എനിക്ക് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ നിരാശയുമില്ല. ഈ പാസ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ 3.5 വർഷം ഈ കോടതിക്കകത്ത് വെന്ത് നീറിയത്. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെല്ലാം പിന്നീട് വേണ്ട സ്ഥലങ്ങളിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കും, അതിനുള്ള പരിഹാരങ്ങൾ നേടും. തീർച്ചയായിട്ടും നീതി കിട്ടിയില്ല എന്നുള്ളതല്ല, പരിപൂർണ്ണ നീതി കിട്ടിയില്ല എന്നാണ്.